ജീവിതത്തിൽ സ്നേഹിക്കുവാൻ ആരെങ്കിലും വേണം, പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും വേണം, പ്രത്യാശിക്കുവാൻ കാരണങ്ങൾ വേണം. ഇവയൊന്നും ഇല്ലാത്തതിനാൽ ഇതാ എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ വിടവാങ്ങുന്നു. പ്രശസ്തനായ 27 വർഷം മാത്രം ജീവിച്ചിരുന്ന മലയാളത്തിലെ ഒരു കവിയുടെ വാക്കുകളാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ള. രമണൻ എന്ന കാവ്യത്തിലൂടെ ആ കാവ്യത്തിന് ചങ്ങമ്പുഴയ്ക്ക് പ്രചോദനമായത് അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായ ഈ രാഘവൻ പിള്ളയുടെ ജീവിതമാണ്. തന്റെ പ്രണയം പരാജയപ്പെട്ടപ്പോൾ ഇനിയും ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ജീവിതയാത്രയിൽ പല ആശയങ്ങളും അവനെ കീഴടക്കാറുണ്ട്. സമ്പത്ത് നേടിയെടുക്കുവാനുള്ള അഭിനിവേശമാണ് മനുഷ്യന്റെ ജീവിതത്തെ മുമ്പോട്ട് നടത്തുന്നത് എന്ന് മാർക്സ് പറഞ്ഞു. അധികാരം നേടിയെടുക്കുവാനുള്ള, ആർജിക്കുവാനുള്ള ആവേശമാണ് ജീവിതത്തിൽ തന്നെ മുമ്പോട്ട് നടത്തിയത് എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിക്കുകയുണ്ടായി. ലൈംഗികത എന്നുള്ള വികാരമാണ് മനുഷ്യന്റെ എല്ലാ പ്രചോദനങ്ങൾക്കും ചിന്തകൾക്കും പ്രവൃത്തികൾക്കും കാരണമെന്ന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ് പ്രസ്താവിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ അനേക കോടി ജനങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഈശോ മിശിഹ. ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും നിത്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യ മക്കളെ പഠിപ്പിക്കുകയും സ്വയം ഒരു മാതൃകയായി സ്വർഗരാജ്യത്തിന്റെ അനേക കോടി ദൈവമക്കളുടെ ഹൃദയത്തിൽ വാഴുന്ന ഈശോ തമ്പുരാൻ. ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റേതായിട്ടുള്ള പ്രലോഭനങ്ങളും മറ്റ് ഒത്തിരി ആശയങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രലോഭനം തരാറുണ്ട്. മരുഭൂമിയിൽ ഈശോ പരീക്ഷിക്കപ്പെട്ടു. സകല രാജ്യങ്ങളും അതിന്റെ പ്രതാപങ്ങളും കാണിച്ചുകൊണ്ട് സാത്താൻ പറയുകയാണ്, നീ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം നിനക്ക് സ്വന്തമായി നൽകാം. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദൈവവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രലോഭനത്തെ ഈശോ തള്ളുകയാണ് ചെയ്യുന്നത്. ഇസഹാക്കിന്റെ 2 മക്കൾ ഏസാവും യാക്കോബും. ഒരു നേരത്തെ രുചിയുള്ള ആഹാരത്തിന് വേണ്ടി ഏസാവ് തനിക്ക് കിട്ടിയ കടിഞ്ഞൂൽ പുത്രാവകാശം തന്റെ അനിയന് കൊടുക്കുകയാണ്. യാക്കോബാകട്ടെ മരുഭൂമിയിൽ തനിച്ച് അലയുമ്പോഴും സ്വപ്നം കാണുന്നത് സ്വർഗത്തിലേക്കുള്ള ഗോവിണിയാണ്. സ്വപ്നങ്ങൾ കാണുക എന്നതിന്റെ അർത്ഥം അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് ആയിരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവന് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാകുവാൻ യാക്കോബും യാക്കോബിന്റെ സന്തതികളും വിളിക്കപ്പെടുകയാണ്. നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നിത്യജീവനും സമാധാനവും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യവും ആയിരിക്കും. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടാറുണ്ട്, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അതെ, ഈ നോയിമ്പ് കാലയളവില് ഈശോ മിശിഹ നമ്മളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നത് ഇതുതന്നെയാണ്. നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഈശോയുടെ കാലത്ത് അടിമ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ഒരു യജമാനന്റെ അടിമയായി കഴിഞ്ഞാൽ ആ യജമാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒറ്റ കർത്തവ്യം മാത്രമേ ആ അടിമയെ സംബന്ധിച്ച് ഉള്ളൂ. വേറൊരു യജമാനന്റെ അടുത്ത് പോകുവാനോ അവനെ അപ്രോച്ച് ചെയ്യുവാനോ ഒന്നും ആ അടിമയ്ക്ക് സാധ്യമല്ല. ഈശോ ഇവിടെ ഈ എക്സാമ്പിൾ പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ, ദൈവരാജ്യമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ, അനശ്വരമായ നിത്യജീവനും സമാധാനവും ദൈവത്തോടുള്ള ജീവിതവും വിശുദ്ധരോടുള്ള കൂട്ടായ്മയുമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജഡിക കാര്യങ്ങളിൽ തൽപരരാകുവാൻ സാധിക്കത്തില്ല. വിവേകപൂർവം തീരുമാനമെടുത്തുകൊണ്ട് ആ നിത്യജീവന്റെ, സ്വർഗീയ ജീവന്റെ വഴിയെ സഞ്ചരിക്കുക എന്നുള്ളതാണ്
നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് സ്വർഗത്തിന്റെ ഇഷ്ടം, ഈശോയുടെ ഇഷ്ടം. കണ്ണ് നല്ലതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഈ കണ്ണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പവർ, പ്ലഷർ ആൻഡ് പൊസഷൻ, അതിനെയാണ് നമ്മൾ ഹൃദയത്തിൽ പൂജിക്കുന്നതെങ്കിൽ അതിന്റെ അടിമകളായി മാറും. അതല്ല, ഈശോ വിഭാവനം ചെയ്ത സ്വർഗരാജ്യത്തിന്റെ മക്കളായി മാറുവാനാണ് നമ്മൾക്ക് ആഗ്രഹമെങ്കിൽ നമ്മൾ ഈശോയുടെ അടിമകളാകും. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ അടിയാട്ടി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഈശോയോട് പറയുവാനുള്ളത്, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അടിമകളാണ്. പൗലോസ്ലീഹ മാതൃക കാണിച്ചതുപോലെ, ശിഷ്യന്മാർ മാതൃക കാണിച്ചതുപോലെ, വിശുദ്ധന്മാർ മാതൃക കാണിച്ച പോലെ നിന്റെ ഇഷ്ടത്തിന് എന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, ഈ വിശ്വാസ ജീവിതം പൂർത്തിയാക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നീ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ പ്രലോഭനങ്ങളും ലോകത്തിന്റെ വഴിയെയും പോകാതെ നല്ല കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുവാനാണ്. നൈമിഷികമായ ഭൗമിക ജീവിതത്തില് പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് പെട്ടെന്നൊരു ആക്സിഡന്റായി നശിച്ചു പോകാതെ നിത്യജീവനെ സ്വപ്നം കാണുവാനും താലോലിക്കുവാനും അതിനെ ഫോളോ ചെയ്യുവാനും ഈശോയുടെ കൂടെ ആ ഉറപ്പുള്ള ഭവനം, കാറ്റ് വന്നാലും കോള് വന്നാലും വെള്ളം വന്നാലും മറിഞ്ഞു വീഴാത്ത ആ ഉറപ്പുള്ള സ്വർഗീയ ഭവനത്തിൽ ആയിരിക്കുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നോയമ്പ് കാലത്ത് ഞങ്ങളുടെ കാഴ്ച കൂടുതൽ വ്യക്തമുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങള്, ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങള്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന കാര്യങ്ങള്, ഈശോയെ ഇതെല്ലാം ബുദ്ധിപൂർവം അനലൈസ് ചെയ്ത് മനസ്സിലാക്കി സമാധാനമായിട്ടുള്ളതും നിത്യമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും എല്ലാത്തിലും ഉപരി സൃഷ്ടാവായ പൊന്നുതമ്പുരാനെ, നിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.